ബിജു ദേവരാജാണ് ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ്. ഇതിന്റെ ഡയറക്ടർ MC എന്ന് വിളിക്കുന്ന MC ജിതിനാണ്. ലിബിൻ അതുൽ രാമചന്ദ്ര എന്നിവരാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് ചമൻ ചാക്കോ ആണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് പ്രധാനമായും നസ്രിയ, അതുപോലെ നമ്മുടെ ബേസിൽ ജോസഫ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് സിദ്ധാർത്ഥ് ഭരതൻ നല്ലൊരു വേഷത്തിലെത്തുന്നുണ്ട്. അഖില ഭാർഗവൻ, മെറിൻ എന്നിവരൊക്കെയാണ് മറ്റ് അഭിനേതാക്കളായി എത്തുന്നത്. സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഷമീർ താഹിർ, ഷൈച്ചു ഖാലിദ്, AB അനൂപ് എന്നിവർ ചേർന്നാണ്. ഈ ചിത്രത്തിന്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബേസിൽ ജോസഫ് തന്റെ ജനിച്ചു വളർന്ന നാട്ടിലേക്ക് തിരിച്ചെത്തുന്നതും, അപ്പോ ഈ സൂക്ഷ്മദർശി എന്ന് പറയുന്ന പേര് അന്വർത്ഥമാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാല് ഈ ബേസിൽ ജോസഫിന്റെ ചില പ്രത്യേക ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ ഈ ബേസിൽ ജോസഫിൽ കാണുന്ന ഒരു മിസ്റ്ററി പോലെയുള്ളൊരു പ്രത്യേക ക്യാരക്ടർ നോക്കിക്കാണുന്ന നസ്രിയ, സംശയത്തോടെ വീക്ഷിക്കുന്ന നസ്രിയ, ഇതാണ് ഈ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് ഈ ബേസിൽ ജോസഫിൽ എന്തൊക്കെയോ തരത്തിലുള്ള ഒരു പിടികിട്ടാത്ത ചില സ്വഭാവങ്ങൾ കാണുന്നിടത്താണ്, നസ്രിയക്ക് ചില സംശയങ്ങൾ വരുന്നിടത്തുനിന്നാണ് സിനിമ ഇങ്ങനെ മുന്നോട്ട് വികസിച്ചു പോകുന്നത്. പ്രിയക്ക് ചില സംശയങ്ങൾ ബേസിൽ ജോസഫിന്റെ അമ്മയെ കുറിച്ചൊക്കെ ഉണ്ടാകുന്നു. അപ്പോ അമ്മയുടെ ഒരു മിസ്സിങ് അവിടെ ഒരു ചർച്ചയാകുന്നു. ഈ മിസ്സിങ്ങിനെ അനുബന്ധിച്ച് നസ്രിയക്കുള്ള സംശയം കൂടി നസ്രിയ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. ഈ രീതിയിലാണ് സിനിമ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഒരു സസ്പെൻസ്, അതിന്റെ ഒരു ക്യൂരിയോസിറ്റി, ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇതിന്റെ ട്വിസ്റ്റുകൾ, ഇത്തരം ട്വിസ്റ്റുകളൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോഴും വളരെ മൈന്യൂട്ടായിട്ട് എന്ന് വെച്ചാൽ തുടക്കം വളരെ ഒരു സാധാരണ രീതിയിലാണ് ഇത് ഈ സിനിമ തുടങ്ങുന്നത്. അത് നമ്മളിങ്ങനെ മെല്ലെയാണ് അതിനകത്ത് ഈ സിനിമയിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത്, നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നത്. ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ് പോലെ മെല്ലെ വളരെ റിയാലിറ്റിയിൽ പോകുന്ന ഒരു സിനിമ, സ്വാഭാവികമായി പോകുന്ന സംഭവങ്ങൾ ഇതിനെ ഇങ്ങനെ മുറുക്കി സ്ക്രൂ ചെയ്ത് ഇതിനൊരു വല്ലാത്തൊരു ടേണിംഗ് പോയിന്റിലേക്ക് എത്തി നമ്മളെ ഇങ്ങനെ ഒരു സൈക്കോളജിക്കലി ട്രീറ്റ് ചെയ്ത് അവിടെ ഇരുത്തുകയാണ് ചെയ്യുന്നത്. അതിനെയൊക്കെ അങ്ങനെ ഇൻവോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ കണ്ട സിനിമ, അതായത് ഇതിന് മുന്നേ കണ്ട സിനിമയുടെ അതിനകത്ത് അഭിനയിച്ചത് ആരാണെന്ന് പോലും എനിക്ക് മറന്നു പോകുന്ന രീതിയിൽ എൻ്റെ ബ്രെയിനിനെ വാഷ് ഔട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നിയത്. അത്രത്തോളം നന്നായിട്ട് ഈ സിനിമ ഒരു ട്രീറ്റ് തന്നെയാണ്, ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ് തന്നെയാണ്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സിനിമ. നസ്രിയ ഒരു ആറ്റിറ്റ്യൂഡ് പിടിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ സ്വാഭാവികമായ രീതിയിലും അതിൻ്റെ ഒരു ക്ലൈമാക്സിൽ നസ്രിയ എന്താണ്, അല്ലെങ്കിൽ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ഒക്കെ പോലെ തന്നെ തോന്നുന്ന രീതിയിലേക്കുള്ള ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. വളരെ നന്നായിട്ട് പോയിട്ടുണ്ട്. ക്യാരക്ടറിലേക്ക് മാനുവൽ എന്ന കഥാപാത്രമായി ബേസിൽ ജോസഫ് വരുമ്പോൾ നമ്മള് ബേസിൽ ജോസഫിന്റെ ഒരു ടിപ്പിക്കൽ ക്യാരക്ടർ ആണ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ധരിക്കുക. കാരണം ഒരു തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സിനിമ ആ രീതിയിലായിരിക്കും എടുക്കുക. പക്ഷെ ഇത് വളരെ വ്യത്യസ്തമായ ഒരു റോള് തന്നെയാണ്, അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറൈസേഷൻ തന്നെയാണ് ബേസിൽ ജോസഫിൻ്റെത്. അത് ഇതുവരെ ബേസിൽ ജോസഫ് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന്റെ ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡ് പിടിച്ചുകൊണ്ട് അത് വളരെ നന്നായി ബേസിൽ ജോസഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സിദ്ധാർത്ഥ് ഭരതൻ ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡുള്ള ഒരു കഥാപാത്രമാണ്. അത് വളരെ മികച്ച രീതിയിൽ തന്നെ സിദ്ധാർത്ഥ് ഭരതൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഈ സിനിമയുടെ മികവിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ടാണ് തോന്നിയത്. ഇതിന്റെ സ്ക്രീൻ പ്ലേയുടെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു. അത് കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് പറയാനുള്ളത് ഇതിന്റെ ഒരു ട്വിസ്റ്റുകളാണ്. അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും പ്രേക്ഷകന് അത് മനസ്സിലാക്കാനേ പറ്റില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഞാനിത് കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് പറയുന്നത്, ഇങ്ങനെ പറഞ്ഞ് ഇത് കേട്ടിട്ട് ഈ സിനിമ കാണാൻ പോയാലും നമ്മൾ എത്ര ശ്രമിച്ചാലും ഇതിന്റെ ഒരു ഫൈനൽ ട്വിസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ എവിടത്തേക്കാണ് ഇത് എത്തുന്നത് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ സിനിമയുടെ ഒരു ലോജിക് സെൻസ്. അത്രയും നന്നായിട്ട് ഇതിനെ ലോജിക്കലി വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത് സ്ക്രീൻ പ്ലേയുടെ ഒരു വളരെ മികവ് തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ.